Hello everyone, welcome back to our channel Shuttu and Mama. Hi Shuttu. Hi Vanna Shuttu. Hi Vanna. Parilo. ഞങ്ങളൊരു ഈവനിങ് ഔട്ട് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ വെച്ച് ചുമ്മാ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വരാന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് വര ഹായ് വര ഹായ് വര ഒരു ഹായ് പറയും. ഹായ്. അപ്പോൾ ഇതാ എൻ്റെ ഒരു ക്യൂട്ട് ഷവർ കഴിഞ്ഞു. ഷുഗറിനെ ഞാൻ ഓൾറെഡി കുളിപ്പിച്ചു. അവിടെ ക്രീമൊക്കെ ഇട്ട് ഫാമസ് മാത്രമേ ഇടിച്ച് അവിടെ അമ്മയുടെ അടുത്തേക്കാണ്. ഇനി പോകുന്ന സമയത്തൊന്ന് ഡ്രസ്സ് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്കും വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. രാവിലത്തെ സ്കിൻ കെയർ ഒക്കെ കഴിയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, സൺക്രീം ഇടുക, ജസ്റ്റ് ഒന്ന് കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകണമെന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. മേ ബി തലശ്ശേരി ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ക്യൂക്കായിട്ടൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഇതാ അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി. അതിന് മുന്നേയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും ഇറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര ഹറിബറി ആയിരിക്കും. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ഇപ്പോഴും അങ്ങനെ വലിയ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. അങ്ങനെ ഇതാ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ തലശ്ശേരി കടൽപ്പാലം പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. ഞങ്ങൾക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസാണ് എപ്പോഴും കടൽപ്പാലം എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ പോകാറുള്ള ഒരു ഹാങ് ഔട്ട് പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വണ്ടി വെച്ചിട്ട് ആദ്യം പോയത് അവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത വാൾസൊക്കെ ഉണ്ട്. തലശ്ശേരി ഉള്ള ആൾക്കാർക്ക്, കടൽപ്പാലം പോയ ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ടേക്കാണ് പോയത്. ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ബീച്ച് സൈഡിലേക്ക് പോയി സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര റഷൊന്നുമല്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ടൈമാണ് ഈ സൺസെറ്റിൻ്റെ ടൈം, സന്ധ്യ എന്നൊക്കെ പറയുന്നത്. സൺസെറ്റ് ആണ് എനിക്ക് സൺറൈസിനേക്കാളും കൂടുതൽ ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെയാണ് ഷുട്ടൂനും ബീച്ച്, വെള്ളം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷുട്ടൂന് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്ന ഒരു ടൈമായിരുന്നു അവൾ.
കുറേ നേരം സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അവിടെ അടുത്ത് തന്നെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പം ഞങ്ങളൊരു ഷോപ്പിൽ നിന്ന് 2 ചായയും പപ്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ചുമ്മാ അവിടെ ഇരുന്നപ്പോൾ കുടിച്ചതാണ്. പിന്നെ ഷുട്ടൂന് ഞാൻ കാര്യമായിട്ടൊന്നും കൊടുത്തില്ല. അവൾക്ക് ഞാൻ എയർ റൂട്ട് ബിസ്ക്കറ്റ് ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് അതാണ് കൊടുത്തത്. വേറെ പുറത്തുനിന്ന് അങ്ങനെ എനിക്ക് ഫുഡ് കൊടുക്കാൻ എനിക്ക് പൊതുവേ പേടിയുമാണ്. ഞാൻ അങ്ങനെ കൊടുക്കാറുമില്ല. അത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സൺസെറ്റും കണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇതാ സൺസെറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്കല്ല, ആക്ച്വലി കുറച്ച് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഷുട്ടൂനെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ തിരിച്ചു പോകാമെന്ന് പറയുമ്പം ഭയങ്കര സങ്കടമാണ്. കാറിൽ കയറിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു പുറത്തിറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സമാധാനിപ്പിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇത് തലശ്ശേരി മെയിൻ റോഡിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ഞങ്ങൾ അധികം വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വേറെ അങ്ങനെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഷുട്ടൂന് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസാണ് ഓർഡർ ആക്കിയത്. പിന്നെ അവൾക്ക് അങ്ങനെ കാര്യമായിട്ട് വേറെ പുറത്തുനിന്നൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അവളതിങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൈ ചെയർ കിട്ടിയതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. അവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും ഫുഡ് തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കറിയാലോ അതിൻ്റെ മേലെ ഇരുന്ന ഫുഡാണെന്ന്. പിന്നെ ഞങ്ങൾ തന്തൂരി ചിക്കൻ, പൊറോട്ട, പിന്നെ ഞാൻ ഷവർമ്മയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ നല്ല അടിപൊളി ചില്ലായിട്ട് കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ 2 ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുട്ടു ജ്യൂസ് അവൾക്കും കൂടെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഞാൻ കൊടുത്തിട്ട് പിന്നെ അവളെ ഒന്ന് സമാധാനിപ്പിച്ചിരുത്തി. നമ്മൾ വീട്ടിൽ പോകാൻ അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുഴപ്പമില്ല, ഒരു ആവറേജ് ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ ഒരു 6:30, 7 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ ഭയങ്കര ചിൽ ആൻഡ് ഹാപ്പി റിലാക്സ്ഡ് ആയിട്ടുള്ള ഈവനിങ് ആയിരുന്നു. സാധാരണ ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും വൈകുന്നേരം തന്നെയാണ് പോകാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം കുറച്ചും കൂടെ ഒരു എനർജി എനിക്ക് എപ്പോഴും തോന്നുക ആ ഒരു ടൈമിലാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞി ഫാമിലി കുട്ടി ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും കാണണം. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് ടു അവർ ചാനൽ. ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.